പകുതിവില തട്ടിപ്പിൽ പാലക്കാട് മുണ്ടൂരിൽ പ്രതിഷേധം. നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുമ്പിലാണ് പ്രതിഷേധം. ബിജെപി നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നിങ്ങൾ ഫാമിലി മെമ്പർഷിപ്പ് എന്തുകൊണ്ട് നിങ്ങളുടെ ബാങ്കിൽ എടുക്കണം ഫോം ഫില്ല് ചെയ്യാൻ ഇവിടെ സമ്മതിക്കണം പറഞ്ഞു സെക്രട്ടറി. ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞില്ല ഫാമിലി മെമ്പർഷിപ്പ് ഒന്നും എടുപ്പിച്ചിട്ടില്ല ചേച്ചി. എവിടെ എടുപ്പിച്ചു? പേര് യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. നിങ്ങൾ അഫിലിയേറ്റ് അതായത് ഏത് ഇതിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം ഞങ്ങളുടെ രജിസ്ട്രേഷന്റെ പേര് എന്താണ്? നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ പേര്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം തർക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ വിശ്വസിച്ച് തന്നെയാണ് ആ കൂടിയിരിക്കുന്ന സ്ത്രീകൾ ഇതിലേക്ക് പണം മുടക്കിയത് എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന്റെ കാരണമല്ലേ? എന്താണ് യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇവർക്ക് മുന്നിൽ പറയുന്ന വിശദീകരണം? ലക്ഷ്മി, നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ വിശ്വസിച്ച് തന്നെയാണ് ആളുകൾ ഇതിനകത്ത് പണം കൊണ്ടു കൊടുത്തിട്ടുള്ളത്. ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഇതിന്റെ ജില്ലാ പ്രസിഡന്റും അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇതിന്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിലുള്ള ആളുമാണ്. ഇവർ പറയുന്നത്, പരാതിക്കാർ പറയുന്നത്, ഈ സ്ഥാപനത്തെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ളത്, പണം കൊണ്ട് കൊടുത്തത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഭാരവാഹികൾക്ക് ഇതിനകത്ത് ബന്ധമില്ല. അവർ നേരത്തെ നേരത്തെ ഇതിനകത്ത് ഇവർ പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, മുണ്ടൂർ സീഡ്, അതായത് ഇംപ്ലിമെന്റിംഗ് ഏജൻസി വേറെയാണ്, ഈ രണ്ട് ബാങ്കിന്റെയും ഭാരവാഹികൾ ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് പണം പോയിട്ടുള്ളത്? 67,000. ഇപ്പൊ എന്താ ഇവര് പറയുന്നത്? ഇപ്പൊ അവര് ഞങ്ങൾ അറിയില്ല തന്നെ പറയുന്നത്. അറിയുന്നില്ല. തള്ളുണ്ടാക്കാൻ പോയി. ഞങ്ങൾ തന്നെയാണ് ബാങ്കിൽ നിന്ന് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ പൈസ കൊടുത്തത്. പക്ഷെ ഇപ്പൊ പറയണു, അതിന്റെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് 15-ാം തീയതി തരാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത്. പക്ഷെ ഇതുവരെ പൈസ തരുന്ന ആളും വന്നിട്ടില്ല. ലക്ഷ്മി, ഇപ്പോൾ ചെറിയൊരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. CPM-ന്റെ ജില്ലാ നേതാക്കളാണ് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനോട് തർക്കം ഉന്നയിക്കുന്നത്. അവർ പറയുന്നത് ഈ ബാങ്കിനെതിരെ നടപടി വേണം എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ ഇതിന്റെ ഭരണ നേതൃത്വത്തിലുള്ള ആളുകളെല്ലാം ഇതിൽ നിന്ന് പൂർണ്ണമായും കഴുകിയൊഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതിന്റെ രണ്ട് ഭാരവാഹികളും ഇവർ പണം നൽകിയിട്ടുള്ളത്, ഇവിടുത്തെ ആളുകൾ പണം നൽകിയിട്ടുള്ളത് ഇതിൽ ഇവരെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പണം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ CA-യുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോകുൽദാസ്, CPM-ന്റെ. ഇവിടെ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് നേരിട്ട് ഓപ്പറേറ്റ് ചെയ്താണ് ഈ സാധനം. നിങ്ങൾ ആ ബാങ്കിന്റെ ഉത്തരവാദികൾ വരുന്നില്ല. നിങ്ങൾ ഒന്നുകിൽ അവരെ വിളിക്കൂ, അല്ലെങ്കിൽ ബാങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നിരുത്തരവാദിത്തപരമായിട്ട് ഇവിടെ ആളുകളുടെ ജനറോഷൻ ഉണ്ട്, അത് തൽക്കാലം അടയ്ക്കണം എന്ന് പറയൂ. അവരെ പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുക. അവരെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടികൾ പോലീസ് എടുക്കും. അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ചെയ്യും. പോലീസ് ഇപ്പോൾ തെളിവ് ശേഖരണത്തിലാണ്. പോലീസ് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതാണ്. ബൾക്കായിട്ടുള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള കാലതാമസം എടുക്കും. 1ഉം 2ഉം പരാതികളല്ല, മനസ്സിലായി. എൻ്റെ സ്റ്റേഷനിൽ മാത്രം 16 കേസുകൾ രജിസ്റ്റർ ചെയ്ത് എനിക്ക് 70ഓളം പരാതികൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ ഓരോ പരാതിക്കും തെളിവുകൾ ശേഖരിക്കലും കാര്യങ്ങളുമായിട്ട് നടപടിക്രമം ഒരുപാടുണ്ട്. ഒരുപാട് പോലീസുകാർ ഒരുമിച്ചിരുന്നു കൊണ്ട് പ്രവർത്തിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് കൃത്യമായിട്ട് വരുള്ളൂ. കാരണം പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാതെ ഇത് കേസ് പിന്നീട് എന്തെങ്കിലും വിട്ടുപോയാൽ അന്നും ആരോപിക്കുന്നത് പോലീസിന് നേരെയായിരിക്കും. പോലീസ് പ്രതികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ള രീതിയിൽ അപ്പൊ ഇവിടെ വന്ന പരാതിക്കാരെ ഒരാളെ പോലും തിരിച്ചയക്കാതെ എല്ലാവരുടെയും നമ്മൾ കൃത്യമായി പരാതി സ്വീകരിച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അവരിൽ നിന്ന് കൊണ്ടുവരാവുന്ന തെളിവുകളെ മുഴുവൻ കൊണ്ടുവരാനായിട്ട് അവരുടെ കൈവശമുള്ള തെളിവുകളെ കൊണ്ടുവരാൻ പറഞ്ഞ തെളിവുകളെ കൊണ്ടുവന്നിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള റെയ്ഡുകൾ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യേണ്ടതായിട്ടുള്ള നടപടികൾ ചെയ്തു വരുന്നുണ്ട്. ബാക്കി തുടർന്ന് മേൽനിർദ്ദേശം അനുസരിച്ച് DGP ലെവലിലുള്ള മേൽനിർദ്ദേശം അനുസരിച്ചിട്ടുള്ള പ്രവൃത്തികളും ഞങ്ങൾ ചെയ്തു വരും. അതിൽ കുറ്റക്കാരായ ഒരാളെ നമ്മൾ വെറുതെ വിടുന്ന ഭാഗമില്ല. അതിന് കൃത്യമായ നടപടികൾ ഉണ്ടാവും. ബാക്കിയുള്ളത് നിങ്ങൾ
ഞങ്ങളുമായിട്ട് ഇപ്പൊ ഞങ്ങളുടെ നിങ്ങളായിട്ട് സഹകരിക്കാത്ത പ്രശ്നമല്ലോ. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കേട്ടു. ഞാൻ ചോദിക്കട്ടെ, 16 കംപ്ലൈന്റ് നിങ്ങൾ ഓൾറെഡി FIR രജിസ്റ്റർ ചെയ്തു. അവരവരുടെ തെളിവുകൾ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, ഈ ബാങ്കിന്റെ പ്രസിഡന്റിനോട് നിങ്ങൾക്കൊരു നോട്ടീസ് കൊടുക്കുക, അയാൾ വരണമെന്ന് പറയാനോ നിങ്ങൾ തയ്യാറായിട്ടില്ല. അതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ നമ്മൾ സംഗമപ്പ് ചെയ്ത് തെളിവ് ശേഖരണങ്ങൾ എത്ര കാലം കഴിഞ്ഞിട്ട് അവരിപ്പോ നിങ്ങൾ ഈ പരാതി കിട്ടിയ ശേഷം അവരെല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോയി. എല്ലാ സാധനങ്ങളും 3 ദിവസം മുമ്പ് പറയണ്ടല്ലോ. റെയ്ഡുകൾ കണ്ടക്ട് ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, പോലീസ് റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഒരു നിമിഷം, ഇതിപ്പോ ഇവര് ബാങ്ക് വിടുന്ന് മാറാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് എടുത്തിട്ട് പോയി സാധനങ്ങള്. ഞാൻ പറഞ്ഞ നിങ്ങളായാലും ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, ട്രാൻസ്ഫർ ചെയ്തതിന് അവരെവിടെ എടുത്തിട്ട് പോയി ഇല്ല, ഇവിടുത്തെ സാധനങ്ങൾ ഞാൻ ഓക്കെ, എനിക്കറിയാം ഡിജിറ്റൽ എവിഡൻസിനെ കുറിച്ച് പറയണ്ട, അത് നിങ്ങൾ ആയിക്കോട്ടെ. ഞാൻ ചോദിക്കണത് 16 പരാതികൾ FIR കിട്ടി, ഇവരെ കണക്ട് ചെയ്യണ ഇവർ വഴിയാണ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ടീസ് കൊടുത്ത് വിളിക്കുക, അവരുടെ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുക. അവരിതിൽ അഡ്മിന്മാർ മാറുന്നു, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല പറഞ്ഞു, ഇവിടെ വന്നവർ ഞങ്ങൾക്ക് ബാധകമല്ല പറഞ്ഞു. അങ്ങനെ ഒരു ബാങ്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? അയാളാണ് പ്രസിഡന്റ്, അയാളാണ് റെസ്പോൺസിബിലിറ്റി. ധനകാര്യ സ്ഥാപനമല്ലേ, തട്ടിപ്പ് നടത്തിയ ഒരു സ്ഥാപനം പിന്നെ എങ്ങനെയാ പ്രവർത്തിക്കുക? അത് മാത്രമേ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഉള്ളൂ. പോലീസ് എടുക്കേണ്ട നിയമപരമായ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾക്കെതിരെയുള്ള നടപടികൾ എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങൾ ഇരിക്കും, ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ബാങ്ക് നിങ്ങൾ അവർക്ക് ഒന്നുകിൽ അവരെ വിളിക്കുക, അയാളുടെ ആൾക്കാർ ഉത്തരവാദിത്തപ്പെട്ടവരെ വരാൻ പറയുക, ബാങ്ക് സംബന്ധിച്ച് തീരുമാനം എടുക്കണം, ആളുകൾ റോഷൻ ഉണ്ട് എന്ന് പറയുക. അല്ല, അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ബന്ധപ്പെട്ടവരെ ആരെ ബോധ്യപ്പെടുത്തി? അതിനു വേണ്ടിയിട്ടാണ് അവരെ വിട്ട് അവരോട് നേരിട്ട് സംസാരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. അതായത് അവരുടെ മറുപടി നിങ്ങൾ കേട്ടില്ലേ? നോക്കൂ, അവരിപ്പോ സംസാരിക്കണം പറഞ്ഞു, നിങ്ങളൊന്നും അവരോട് സംസാരിക്കേണ്ട എന്നുള്ള നിലപാടല്ലല്ലോ പോലീസ് സ്വീകരിച്ചത്. അവർക്ക് ബോധ്യപ്പെടുത്തില്ല. ലക്ഷ്മി, ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവർ ഇതിൽ ഉത്തരവാദിത്തം ഒഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അങ്ങനെ പോകാൻ പറ്റില്ല, കൃത്യമായ നിലപാട് പറയണം. ആരാണോ നിലവിലുള്ള ഉത്തരവാദികൾ അവർ കൃത്യമായി ഉത്തരം പറയണം. അതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് CPM-ന്റെ ഇവിടുത്തെ ജില്ലാ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. നിരവധി ആളുകൾ പരാതിയുമായി വന്നുകൊണ്ടിരിക്കുന്നു. 200-ലേറെ ആളുകളാണ് ഈ സ്ഥാപനത്തെ വിശ്വസിച്ചുകൊണ്ട് പണം നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. BJP-യുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും കൃഷ്ണകുമാറിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ ഈ വിഷയത്തിൽ? നിലവിൽ BJP-യുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സംസാരിച്ചത്, ഇത് 2 സ്ഥാപനമാണ്. ഒന്ന്, ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആയിരുന്നത് മുണ്ടൂർ സീഡാണ്. മുണ്ടൂർ സീഡിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും, അതിന്റെ സെക്രട്ടറി സജീവ്, പ്രസിഡന്റ് വിനോദ് കൃഷ്ണ, ഇവർ 2 പേരും തന്നെയാണ് ഈ ബാങ്കിന്റെയും സെക്രട്ടറിയും പ്രസിഡന്റും. അതുകൊണ്ട് തന്നെ പരാതി വന്നപ്പോൾ തന്നെ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുത്തു എന്നുള്ളതാണ്. അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പങ്കുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൽ പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.